എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഇറക്കുമതിക്ക് യുഎസ് തീരുവ 50% ട്രംപ് ഉയർത്തുന്നു. ആദ്യം ചുമത്തിയ 25% പുറകെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പുവെച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും ട്രംപും തമ്മിലുള്ള പ്രശ്നം? എങ്ങനെയാണ് വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്ന മോദിയും ട്രംപും തമ്മിൽ ഇത്രയധികം അകന്നത്? അറിയാം എക്സ്പ്ലെയിനറിലൂടെ. 2024 യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരിയിൽ തന്റെ രണ്ടാം ടേം ആരംഭിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹം തെരഞ്ഞെടുപ്പിലൊക്കെ പ്രഖ്യാപിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ നയങ്ങളായ അമേരിക്ക ഫസ്റ്റ്, ആക്രമണാത്മക വ്യാപാര ചർച്ചകൾ, റഷ്യൻ എണ്ണയ്ക്കെതിരായ ഉപരോധങ്ങൾ ഉൾപ്പെടെ ഊർജ്ജ മേഖലയിലെ സമഗ്രാധിപത്യം, ലോകത്തിലെ എല്ലാ സംഘടനകൾക്കും മുകളിലായി അമേരിക്കയുടെ പൂർണ്ണ ആധിപത്യം, അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുക, അതായത് ഒരു രാജ്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യുമ്പോൾ വ്യാപാര കമ്മി അഥവാ നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടാകും. അടിസ്ഥാനപരമായ ഒരു രാജ്യം സ്വന്തം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം വിദേശ ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ചെലവഴിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ വ്യാപാര കമ്മി കുറയ്ക്കുക തുടങ്ങി ഇത്തരത്തിൽ അമേരിക്കയെ സർവ്വ ആധിപത്യത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനായി ബന്ധപ്പെട്ട് അദ്ദേഹം അധികാരത്തിലേറി കേവലം 6 മാസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നിരവധി രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തുകയും നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടു. രണ്ടാം ടൈമിന് തുടക്കം മുതൽ യുഎസുമായുള്ള വ്യാപാരത്തിൽ നിന്നും അന്യായമായി നേട്ടമുണ്ടാക്കുന്ന അമേരിക്കൻ എതിരാളികളെ, പ്രത്യേകിച്ച് റഷ്യയും ചൈനയും പിന്തുണയ്ക്കുന്നതുമായ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് നടപടിയെടുക്കുന്നത് ആരംഭിച്ചിരുന്നു. അധികാരത്തിൽ കയറിയ സമയത്ത് യുക്രൈൻ റഷ്യ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും പുടിൻ അത് അനുസരിക്കാത്തതും ട്രംപിനെ അനിഷ്ടത്തിലാക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി ആദ്യത്തെ മാസം ഇന്ത്യയുമായി വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്നു. ഇന്ത്യ വളരെയധികം സ്ട്രോങ് ആയ രാഷ്ട്രമാണെന്നും മോദി അമേരിക്കയുടെ ഫ്രണ്ട് ആണെന്നും ഒക്കെ പറഞ്ഞിരുന്ന ട്രംപ് 2025 കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യക്കും യുഎസിനിടയിലും വലിയ വിള്ളലുകൾ സംഭവിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഞാൻ മുൻപ് പറഞ്ഞ പശ്ചാത്തലം ഇത്രയും അറിയേണ്ടതുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. റഷ്യ യുക്രൈനു മേൽ നടത്തുന്ന യുദ്ധം അനാവശ്യമാണെന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും നിലപാട്. ഈ ഘട്ടത്തിൽ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ റഷ്യയുടെ മേൽ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. റഷ്യയുടെ കൈവശമുണ്ടായിരുന്ന എണ്ണ വാങ്ങിക്കാതെയും ആവുന്നുണ്ട്. ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും ആവശ്യമാണെന്ന് ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും വിലക്കുറവുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നിരുന്നു എന്ന് മാത്രമല്ല, ഈ ഇറക്കുമതിക്ക് അമേരിക്കയുടെ പിന്തുണയും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറച്ചെങ്കിലും ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിപണികളിൽ ഒന്നായി മാറി. റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങളെ ഇന്ത്യ പൂർണ്ണമായും പിന്തുണച്ചില്ല, മാത്രമല്ല നിഷ്പക്ഷ നിലപാട് നിലനിർത്തുകയും ചെയ്തു. നമുക്കറിയാം റഷ്യയും ഇന്ത്യയും തമ്മിൽ എത്രയോ വർഷങ്ങളായുള്ള ബന്ധമുണ്ട് എന്നത്. ഇന്ത്യയെ ഇന്ന് റഷ്യയുടെ അടുത്തു നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചെയ്യുന്ന ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലേഡിയം, ടൈറ്റാനിയം, നിക്കൽ തുടങ്ങിയ ലോഹങ്ങൾ, വളങ്ങൾ അഥവാ ഫെർട്ടിലൈസേഴ്സ്, പ്രകൃതിവാതകം, വജ്രങ്ങൾ, യുറേനിയവും ആണവ ഇന്ധനവും ഒക്കെ അവരും റഷ്യയുടെ അടുത്തു നിന്ന് വാങ്ങുന്നുണ്ട്. ഇന്ത്യയെ വിമർശിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തന്ത്രപ്രധാനമായ പല മേഖലകളിലും റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. എന്നാലും റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾ ഇന്ത്യ പൂർണ്ണമായും പിന്തുണയ്ക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് യുഎസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തെ റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്നതായി ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നു. ഇന്ത്യ റഷ്യയെ യുദ്ധത്തിൽ പിന്തുണയ്ക്കുന്നത്രേ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം യുഎസ് നിരവധി തവണ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുക മാത്രമല്ല, ഉപരോധം ലംഘിക്കുന്ന വ്യാപാര രീതികൾ ഏർപ്പെടുന്നുണ്ടെന്നും യുഎസ് ഇന്റലിജൻസ് അവകാശപ്പെടുന്നു. മൂന്നാം കക്ഷി ഇടനിലക്കാരെ ഇന്ത്യ ഉപയോഗിക്കുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുകയും ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ അഥവാ ഡീസൽ പോലുള്ളവ ആഗോളതലത്തിൽ ഇന്ത്യ വിൽക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനമായും ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ച കാര്യം. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ അസ്വാരസ്യങ്ങൾ, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇന്ത്യയും യുഎസും തമ്മിൽ 2025 മെയ് ജൂൺ മാസങ്ങളിൽ നിരവധി ഉന്നതതല നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള ട്രംപിന്റെ തിട്ടൂരം വേണ്ട എന്ന് ഇന്ത്യ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഉടനീളം നിലപാടെടുത്തു. എവിടെ നിന്നും എണ്ണ വാങ്ങാനുള്ള പരമാധികാരം ഇന്ത്യയുടേതാണെന്നും
വ്യാപാരത്തെയും താരിഫിനെയും ഇന്ത്യക്ക് മേൽ ആയുധമാക്കരുതെന്നും US ഇന്ത്യ ആവശ്യപ്പെട്ടു. സൈനികപരമായോ നയതന്ത്രപരമായോ റഷ്യയെ ഇന്ത്യ സഹായിച്ചുവെന്ന ആരോപണങ്ങൾ ഇന്ത്യ പൂർണ്ണമായും നിരസിച്ചു. എന്നാൽ ട്രംപ് ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തുന്നതിൽ ഈ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു. തുടർന്നാണ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനവും ഇന്ത്യക്ക് മേൽ പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. ജൂലൈ 31, 2025 റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം തുടരുന്നതും അന്യായമായ വ്യാപാര രീതികൾ എന്നുമൊക്കെ US ഉപരോധങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് എല്ലാ ഇന്ത്യൻ ഇറക്കുമതികൾക്കും 25% തീരുവ ചുമത്തി. അവിടം കൊണ്ടും ട്രംപ് നിർത്തിയില്ല. ഓഗസ്റ്റ് 6, 2025 അദ്ദേഹം താരിഫ് 25% കൂടി വർദ്ധിപ്പിച്ച് ആകെ 50% റഷ്യയുമായി വ്യാപാരം തുടരുന്നതിലൂടെ ഇന്ത്യ നമ്മുടെ ശത്രുക്കളെ നേരിട്ടോ അല്ലാതെയോ പിന്തുണച്ചിട്ടുണ്ട് എന്ന് ട്രംപ് ആവർത്തിച്ചു. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ ഏറ്റവും കഠിനമായ വ്യാപാര നടപടിയായിരുന്നു ഇത്. ഇതിനു പുറമെ താരിഫ് വർദ്ധിപ്പിച്ചതോടെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തായാലും ഇന്ത്യ അനുഭവിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. IT സേവനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, തുണിത്തരങ്ങൾ, ഓട്ടോ പാർട്സ്, ആഭരണങ്ങൾ, ഇന്ത്യയിലെ സീ ഫുഡ് മാർക്കറ്റ് അടക്കമുള്ള മേഖലകൾക്ക് വലിയ നഷ്ടം സംഭവിച്ചേക്കാം. ഒരു വികസ്വര രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തി പഴയ കൊളോണിയൽ ഭരണമാണ് ഇന്ത്യയിൽ എന്നുള്ളതും ട്രംപിനെ ഞങ്ങൾ അങ്ങ് അനുസരിച്ചേക്കണം എന്നുള്ള ഇന്ത്യയോടുള്ള ഒരു തേർഡ് റേറ്റ് മനോഭാവമാണ് ട്രംപ് ഈ താരിഫ് അടിച്ചേൽപ്പിക്കലിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ മാനിക്കാത്ത രീതിയെ മോദി എതിർത്തു. ഇത് മാത്രമല്ല, ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്താൻ ട്രംപിനെ ചൊടിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പാകിസ്ഥാൻ ഇടപെടൽ തന്നെയാണ്. മറ്റൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസ്വര രാജ്യത്തെ അംഗീകരിക്കാനാവാത്ത കൊളോണിയൽ പാശ്ചാത്യ മനസ്സാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇന്ത്യ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. അങ്ങനെ ഒരു സാമ്പത്തിക ശക്തി അമേരിക്കയ്ക്ക് മുകളിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒപ്പം എത്തുമോ എന്നുള്ള ഭീതി അദ്ദേഹത്തിനുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു മികച്ച പ്രസിഡന്റ് അല്ലെങ്കിലും മികച്ച ഒരു ബിസിനസ്സുകാരനാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മേഖലകളായ കാർഷിക മേഖല, ക്ഷീരമേഖലയൊക്കെ ട്രംപിന് മുന്നിൽ തുറന്നു കൊടുക്കണമെന്നാണ് ട്രംപ് വാശി പിടിച്ചത്. പക്ഷെ അതിന് നമുക്ക് സാധിക്കില്ല. മാത്രമല്ല, ട്രംപിന് പോകുന്ന ഒരു ലിവറേജ് ഉണ്ട്. അദ്ദേഹം അധികാരത്തിൽ കയറിയതിനു ശേഷം ലോകത്തുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തെങ്കിലും അദ്ദേഹം അധികാരത്തിൽ ഏറിയതിനു ശേഷം യുക്രൈൻ റഷ്യ യുദ്ധം തുടർന്നു. ഗസയും ഇറാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ താൻ സമാധാനത്തിന്റെ ദൂതനാണെന്ന് സ്വയം പറയുന്ന ട്രംപ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ലിവറേജ് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല, നാറ്റോയെ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ, അങ്ങനെയുള്ള ഒരു സംഘടനകളെയും അംഗീകരിക്കാത്ത ട്രംപിന്റെ പ്രശ്നങ്ങളുമുണ്ട്. മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ ട്രംപിനെതിരാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ട്രംപ് ഇന്ത്യയെ എതിർക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വന്തമായി ഇത്രയും അധികം പോപ്പുലേഷൻ ഉണ്ട്. അതായത് ഏറ്റവും അധികം മനുഷ്യ സമ്പത്തുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു സ്വയംഭരണ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കും. അമേരിക്കയാണ് നമ്മുടെ വലിയ മാർക്കറ്റുകൾ ഒന്നെങ്കിൽ അമേരിക്കയെ മാറ്റി നിർത്തി നമ്മൾ ഇതുവരെയും കൈകൊടുക്കാത്ത നയതന്ത്ര ബന്ധങ്ങളിൽ കൈകൊടുക്കാത്ത നിരവധി രാഷ്ട്രങ്ങളുണ്ട്. അത്തരം രാഷ്ട്രങ്ങളും അത്തരത്തിലുള്ള മാർക്കറ്റുകളും കണ്ടെത്തുന്നതിലൂടെ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എന്തായാലും നിലവിലെ 50% താരിഫ് ഇന്ത്യയെ ബാധിക്കും. പക്ഷേ അതിനെ നമ്മൾ മറികടക്കും എന്നതാണ് യാഥാർത്ഥ്യം.